Hi friends, welcome to my channel. Today's topic of discussion is direct speech, indirect speech or reported speech. 2026 preliminary exam, PSC preliminary exam ചോദിച്ച ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നു ആൻഡ് ആഫ്റ്റർ ദാറ്റ് കമ്മിങ് ഡേയ്സിൽ ബാക്കി വീഡിയോസ് റിപ്പോർട്ടർ സ്പീച്ച് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാം കേട്ടോ. I asked him, our question is, I asked him, can you join the team today? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റിപ്പോർട്ടർ സ്പീച്ച് എന്ന് പറയുമ്പോൾ റിപ്പോർട്ടർ സ്പീച്ചിലെ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ ഇത് ഡയറക്റ്റ് സ്പീച്ചാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡയറക്റ്റ് സ്പീച്ചിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരുന്നത്. നിങ്ങൾക്ക് PSCക്കാർക്ക് 4 ഓപ്ഷൻസ് ഉണ്ടാവും, നിങ്ങൾ ഓപ്ഷൻസ് ചൂസ് ചെയ്താൽ മതി. അപ്പോൾ ഐ ആസ്ക്ഡ് ഹിം ക്യാൻ യു ജോയിൻ ദ ടീം ടുഡേ, ഇത് ഡയറക്റ്റ് സ്പീച്ച് ആണ്. അപ്പോൾ ഈ ഡയറക്റ്റ് സ്പീച്ചിന് 2 പാർട്ട് വരുന്നുണ്ട്. ഒന്ന് റിപ്പോർട്ടിംഗ് പാർട്ട്, ദിസ് ഇസ് ദ റിപ്പോർട്ടിംഗ് പാർട്ട്, ഇതാണ് ഇതിന്റെ റിപ്പോർട്ടിംഗ് പാർട്ട്. I asked him, can you join the team today? അത് എന്ത് പാർട്ടാണ്? അത് സ്പീച്ച് പാർട്ടാണ്. ഓക്കെ, അപ്പോൾ റിപ്പോർട്ടിംഗ് പാർട്ട് ആൻഡ് സ്പീച്ച് പാർട്ട്, ഇങ്ങനെ ഡയറക്റ്റ് സ്പീച്ചിന് 2 പാർട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അറ്റ് ഫസ്റ്റ് നോക്കുക, നമുക്ക് തന്നേക്കുന്ന റിപ്പോർട്ടിംഗ് വെർബ് ഏത് ടെൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആസ്ക്ഡ് എന്ന് പറയുമ്പോൾ അത് ഏത് ടെൻസ് ആണ്? V2 ഫോം ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എങ്ങനെ മനസ്സിലായി? ആസ്ക്, ആസ്ക്ഡ് ആൻഡ് ആസ്ക്ഡ്. ഓക്കെ, ആസ്ക്ഡ് എന്ന് പറയുമ്പോൾ പാസ്റ്റ് ഫോം ആണ്. പാസ്റ്റ് ഫോം ആണെങ്കിൽ നമ്മൾ സ്പീച്ച് പാർട്ടിലുള്ള ടെൻസിനെ പാസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക. അതാണ് റിപ്പോർട്ടർ സ്പീച്ചിന്റെ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ചിന്റെ റൂൾ എന്ന് പറയുന്നത്. അറ്റ് ഫസ്റ്റ് നമ്മൾ നോക്കാനുള്ളത് ഏതാണ്? റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റിലാണെങ്കിൽ മാത്രം സ്പീച്ച് പാർട്ടിലുള്ള സെന്റൻസിനെ അതിന്റെ പാസ്റ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഐ ആസ്ക്ഡ് ഹിം, അപ്പോൾ ഇത് എന്ത് ടൈപ്പ് സെന്റൻസ് ആണെന്ന് നമ്മൾ അറ്റ് ഫസ്റ്റ് ചെക്ക് ചെയ്യുക. അപ്പോൾ ക്യാൻ യു ജോയിൻ ദ ടീം ടുഡേ, ഓക്സിലറി വെർബ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്സിലറി വെർബ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സെന്റൻസ് എന്താണ്? എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ ഇത് ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഐ ആസ്ക്ഡ് ഹിം ആസ്ക്ഡ് തന്നെയാണ് എന്താണ് ഇതില് കണക്റ്റിംഗ് വേർഡ് എന്ന് പറയുന്നത്. ഐ ആസ്ക്ഡ് ഹിം. അടുത്ത് നമ്മൾ ഒരു കൺജങ്ഷൻ ചേർക്കണം അല്ലേ, ഒരു ജോയിനിങ് വേർഡ് ചേർക്കണം. അപ്പൊ ഇവിടെ വരുന്ന ജോയിനിങ് വേർഡ് എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്, ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണ്. അതുകൊണ്ട് നമ്മൾ ചേർക്കുന്ന ജോയിനിങ് വേർഡ് ഇഫ്. ക്ലിയർ ആണോ? ഐ ആസ്ക്ഡ് ഹിം ഇഫ്. അടുത്തെന്താ? ഐ ആസ്ക്ഡ് ഹിം, ഞാൻ അവനോടാ ചോദിക്കുന്നത്. ഐ ആസ്ക്ഡ് ഹിം ക്യാൻ യു, അപ്പൊ നീ, നിനക്ക് കഴിയുമോ എന്നുള്ള രീതിയിലാണ്. അപ്പൊ യു എന്നുള്ളത് എന്തായിട്ട് മാറും? ഹി ആയിട്ട് മാറും. I asked him, can you join the team today? അപ്പോൾ I asked him if you മാറി എന്താവും? If he can അല്ലേ, he can എന്നുള്ളത് എന്തായിട്ട് മാറണം? ഓപ്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ചോളണം. can എന്നുള്ളത് could ആണോ എന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ he could. അടുത്ത സ്റ്റുഡൻസിന് വരുന്ന ഡൗട്ടാണ് joined ആണോ join ആണോ എന്ന്. അപ്പോൾ നമുക്കറിയാം will, would, shall ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഏതേ യൂസ് ചെയ്യാൻ പാടുള്ളൂ? V1 ഫോം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. സോ ഇഫ് ഹി കുഡ് ജോയിൻ ദ ടീം ഈ ടുഡേ മാറി എന്താവും? ടുഡേ മാറി ദാറ്റ് ഡേ ആവും. ദാറ്റ് ഡേ. ഇപ്പം ഓപ്ഷനിൽ ഓൺ ദാറ്റ് ഡേ എന്നാണെങ്കിൽ നമ്മൾ ഓൺ ദാറ്റ് ഡേ എഴുതുക. ആ ഓപ്ഷനിൽ ഓൺ ഇല്ല, ദാറ്റ് ഡേ എന്നാണെങ്കിൽ ദാറ്റ് ഡേ ചൂസ് ചെയ്യുക. ഇതാണ് ഇതിന്റെ ആൻസർ. ക്ലിയർ ആണോ? ഐ ആസ്ക്ഡ് ഹിം ക്യാൻ യു ജോയിൻ ദ ടീം ടുഡേ. അപ്പോൾ ഇത് റിപ്പോർട്ടിംഗ് പാർട്ടും അനദർ വൺ ഏതാണ്? സ്പീച്ച് പാർട്ട്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് സ്പീച്ചിൽ നിന്നും ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. അല്ലാതെ ഇൻഡയറക്റ്റ് സ്പീച്ചിനെ ഡയറക്റ്റ് സ്പീച്ചിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഇതുവരെ PSCയിലോ SSCയിലോ ആൻഡ് അതർ കോമ്പറ്റേറ്റീവ് എക്സാംസിലോ ചോദിച്ചിട്ടില്ല. ബട്ട് ആക്റ്റീവ് ടു പാസീവ് ആൻഡ് പാസീവ് ടു ആക്റ്റീവ് കൺവേർഷൻ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന്റെ ആൻസർ എങ്ങനെയാണ് നമ്മൾ എഴുതിയത്? ഐ ആസ്ക്ഡ് ഹിം. നമുക്കറിയാം ഇത് എന്ത് ടൈപ്പ് സെന്റൻസ് ആണ്? ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണ്. ഇന്ററോഗേറ്റീവിലെ എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ടാണ് ഓക്സിലറി വെർബ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ആൻസറിലേക്ക് എഴുതുമ്പോൾ സബ്ജക്റ്റ് ഉണ്ടായിരിക്കണം. കൺജങ്ഷൻ കഴിഞ്ഞതിന് ശേഷം, ജോയിനിങ് വേർഡിന് ശേഷം സബ്ജക്റ്റ് ആയിരിക്കണം എഴുതാനുള്ളത്. സോ ഇവിടത്തെ കണക്റ്റിംഗ് വേർഡ് സെന്റൻസിനെ അനുസരിച്ച്, മീനിങ് അനുസരിച്ച് എന്ത് തന്നെയാണ്? ആസ്ക്ഡ് എന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഐ ആസ്ക്ഡ് ഹിം. ഇന്ന് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട കാര്യം, ഇങ്ങനത്തെ എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് വന്നാൽ കണക്റ്റിംഗ് വേർഡ് ഓർ ജോയിനിങ് വേർഡ് ഓർ കൺജങ്ഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ ഇഫ് ആവാം, അല്ലെങ്കിൽ ഏതാവാം? വെദർ, WHETHER. അപ്പോൾ ഓപ്ഷൻസ് ഒക്കെ നല്ലോണം ചെക്ക് ചെയ്യണം. അപ്പോൾ ഇഫ് യു മാറി എന്താവും? ഹി ആവും. ഐ ആസ്ക്ഡ് ഹിം, ഞാൻ അവനോടാ ചോദിച്ചത്. അപ്പോൾ യു മാറി എന്താവും?
he out. Okay, I asked him if he can മാറി എന്താവണം could ആവണം. He could join the team. Today മാറിയിട്ട് that day. Clear ആണോ? Thank you.